ഹരി ഓം. എല്ലാ സജ്ജനങ്ങൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഇന്ന് ശ്രീമദ് നാരായണീയത്തിലെ രണ്ടാമത്തെ ദശകമായ ഭഗവത് സ്വരൂപ മാധുര്യവും ഭക്തി മഹത്വവും അതിലെ 7ാമത്തെ ശ്ലോകം വായിച്ചിട്ട് അതിൻ്റെ അർത്ഥം പറയാം കേട്ടോ. ഒന്നാമത്തെ ദശകത്തിലെ ശ്ലോകങ്ങളും അതുപോലെ തന്നെ രണ്ടാമത്തെ ദശകത്തിലെ 6ാമത്തെ ശ്ലോകം വരെയുള്ള ഇതിൻ്റെയൊക്കെ ഞാൻ അർത്ഥത്തോടു കൂടിയിട്ടുള്ള വീഡിയോ പ്ലേലിസ്റ്റിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ കാണുക. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഏവം ഭൂതദയാ ഹി ഭക്ത്യഭിഹിതോ യോഗസ്സ യോഗദ്വയാത് കർമ്മജ്ഞാനമയാത് പുരുഷോത്തമതരോ യോഗീശ്വരൈർഗീയതേ. സൗന്ദര്യൈകരസാത്മകേ ത്വയി ഖലു പ്രേമ പ്രകർഷാത്മികാ ഭക്തിർ നിസ്രമമേവ വിശ്വപുരുഷൈർ ലഭ്യാരമാവല്ലഭ. ഈ ശ്ലോകത്തില് ഭക്തിയെക്കുറിച്ചാണ് പറയുന്നത്, ഭക്തിയോഗത്തെ കുറിച്ചിട്ട്. മോക്ഷത്തിലേക്ക് എത്താനുള്ള 3 മാർഗങ്ങളാണുള്ളത്. കർമ്മയോഗം, ജ്ഞാനയോഗം, ഭക്തിയോഗം. അതിൽ മോക്ഷത്തിലേക്ക് എത്താനുള്ള എളുപ്പമാർഗം ഏതാണ് എന്നുള്ളതാണ് ഈ ശ്ലോകത്തിലൂടെ പറയുന്നത് കേട്ടോ. ഏവം ഭൂതതയാ എന്ന് പറഞ്ഞാൽ ഇപ്രകാരം ഒക്കെ ഉള്ളതിനാൽ. കഴിഞ്ഞ ശ്ലോകത്തില് ഭക്തി എങ്ങനെയാണ് ഉണ്ടാവുക എന്ന് മനസ്സിലാക്കി അല്ലേ നമ്മൾ. എങ്ങനെയാണ് മറ്റേ ഭഗവാന്റെ കഥകളൊക്കെ ശ്രവിക്കുമ്പോൾ എന്തുണ്ടാവുന്നു? ഭഗവാനിലേക്ക് കൂടുതൽ കൂടുതൽ അടുക്കാൻ പ്രേരിതയാവുന്നു. അപ്പോൾ അടുക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ആനന്ദമുണ്ടാകുന്നു. ആനന്ദമുണ്ടാകുമ്പോൾ നമുക്ക് എന്തൊക്കെ അനുഭവങ്ങളാണ് ഉണ്ടാവുന്നത്? രോമാഞ്ചം, അതുപോലെ തന്നെ തണുത്ത കണ്ണുനീര് അല്ലേ, അതൊക്കെ ഉണ്ടാവുമെന്ന് നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള അതാണ് പറയുന്നത്. ഏവം ഭൂതതയാ, ഇങ്ങനെയൊക്കെ ഉള്ളതിനാൽ ഹി ആണല്ലോ ഭക്ത്യഭിഹിത എന്ന് പറഞ്ഞാൽ ഭക്തി എന്നു പേരുള്ള യോഗസ്സ യോഗദ്വയാൽ സ യോഗ, ആ യോഗം, ഭക്തി എന്നു പേരുള്ള ആ യോഗം എന്ന് പറയുന്നതാണ് ഭക്തിയോഗം. യോഗദ്വയാത്, ദ്വയം എന്ന് പറഞ്ഞാൽ എന്താണ്? 2. യോഗദ്വയ എന്ന് പറഞ്ഞാൽ ആ മറ്റ് 2 യോഗമായിട്ടും. ഏതൊക്കെയാണ് മറ്റ് 2 യോഗങ്ങൾ? കർമ്മജ്ഞാനമയ, ആ കർമ്മയോഗവും ജ്ഞാനയോഗവും. കർമ്മയോഗവും ജ്ഞാനയോഗവും അതിനേക്കാളും വൃഷോത്തമതരോ, വൃഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വളരെയധികം. വൃഷം പ്ലസ് ഉത്തമം, ഉത്തമതരം, വളരെയധികം ഉത്തമമായിട്ടുള്ള. ഉത്തമം എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ് അല്ലേ? വളരെയധികം നല്ലത്, കേമമായിട്ടുള്ളതാണ്. അപ്പോൾ വൃഷോത്തമതരം, വളരെയധികം ഉത്തമമായിട്ടുള്ള, അതാണ് ഈ ഭക്തിയോഗം. ഈ മറ്റ് 2 യോഗത്തെ, കർമ്മയോഗത്തെക്കാളും ജ്ഞാനയോഗത്തെക്കാളും ഉത്തമമായിട്ടുള്ളത്, വളരെയധികം ഉത്തമമായിട്ടുള്ളതാണ് എന്ത്? ഈ ഭക്തിയോഗം എന്ന് പറയുകയാണ്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കർമ്മയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നറിയോ? നമ്മൾ എല്ലാം ഈശ്വരാർപ്പണമായിട്ട്, നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ ഈശ്വരാർപ്പണമായി ചെയ്തിട്ട് അങ്ങനെ നമ്മൾ ഈശ്വരനിലേക്ക് എത്തിച്ചേരണം, ലയിച്ചു ചേരണം, എന്നിട്ട് മോക്ഷം കിട്ടണം. അതാണ് കർമ്മയോഗം എന്ന് പറയുന്നത്. അതുപോലെ അതും കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അല്ലേ, സാധാരണ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ളതാണ്. പിന്നെ ജ്ഞാനയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ജ്ഞാനമൊക്കെ നേടിയിട്ട് ഒരുപാട് ഗ്രന്ഥങ്ങളൊക്കെ പഠിച്ച് അതിനെക്കുറിച്ച് ഒരുപാട് ജ്ഞാനം നേടണമെങ്കിലൊക്കെ നമുക്ക് നല്ല നല്ല ഗുരുക്കന്മാരെ കിട്ടണം. അങ്ങനെ ഒരുപാട് ജ്ഞാനവും ഒക്കെ നേടിയിട്ടാണ് നമ്മൾ ആ ജ്ഞാനയോഗത്തിലെത്തി എല്ലാം മനസ്സിലാക്കിയിട്ട് നമ്മൾ ഭഗവാനിലേക്ക് എത്തി അങ്ങനെ മോക്ഷം കിട്ടുന്നതാണ് ജ്ഞാനയോഗം എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ അത് നമുക്ക് വളരെ സാധാരണ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ളതാണ്. അപ്പോൾ അതിനേക്കാളൊക്കെ ഉത്തമമായിട്ടുള്ള എന്താണ്? ഭക്തിയോഗമാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ നോക്കൂ, വൃഷോത്തമതരോ യോഗീശ്വരൈർ ഗീയതേ. അങ്ങനെ
അത് ഏറ്റവും വളരെയധികം ഉത്തമമായിട്ടുള്ളത് ഭക്തിയോഗമാണ് എന്നുള്ളത് യോഗീശ്വരന്മാര് ഒക്കെ പറഞ്ഞ് ഗീയതേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുകഴ്ത്തി പാടുന്നതായിട്ട് കേട്ടിട്ടുണ്ട്. അപ്പോൾ വലിയ വലിയ യോഗീശ്വരന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യാസനും നാരദ മഹർഷിയും പോലെയുള്ള, നാരദ മഹർഷിയും വേദവ്യാസനൊക്കെ ഇല്ലേ, അവരെ പോലെയുള്ള വലിയ വലിയ ആൾക്കാരൊക്കെ പുകഴ്ത്തി പറഞ്ഞതായിട്ട് കേട്ടിട്ടുണ്ട് എന്ന് പറയാണ്. സൗന്ദര്യേകരസാത്മകേ ത്വയി ഖലു പ്രേമ പ്രകർഷാത്മിക ഭക്തി. സൗന്ദര്യേകരസാത്മിക, അത് പദം പിരിക്കുമ്പോൾ സൗന്ദര്യ പ്ലസ് ഏക പ്ലസ് രസാത്മകേ. സൗന്ദര്യത്തിന്റെ ഏകരസാത്മകമായിട്ടുള്ള സൗന്ദര്യം എന്ന ഏകരസം നിറഞ്ഞു നിൽക്കുന്നതായിട്ടുള്ള ആ സൗന്ദര്യം തന്നെ രൂപമെടുത്ത് വന്നതാണ് എന്ന് തോന്നി. അത്രയ്ക്കും സൗന്ദര്യമുള്ള തൊയ്, ആ അങ്ങയിൽ, ആ ഭഗവാനിൽ, ആ നിന്ദ്രിവടിയിൽ, ഖലു ആണല്ലോ, പ്രേമ പ്രകർഷാത്മിക ഉത്കൃഷ്ട പ്രേമരൂപമായ ആ ഭക്തി, ആ പ്രേമരൂപത്തിൽ അതിമനോഹരമായ ആ ഭഗവാനില് ഉത്കൃഷ്ടമായ പ്രേമം ഉണ്ടാവുക. അതിനെയാണ് ഭക്തി. ഭഗവാനിൽ ആ സൗന്ദര്യം ഏകസാരമായിട്ടുള്ള ആ ഭഗവാനില് പ്രേമം ഉണ്ടാവുക. അത് വളരെ എളുപ്പമാണ് എന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള ആ ഭക്തി, ഭഗവാനില് ആ സൗന്ദര്യത്തിൽ നമ്മൾ പ്രേമിക്കുക. ഭക്തി നിശ്രമമേവ, നിശ്രമം എന്ന് പറഞ്ഞാൽ ഒരു പ്രയാസവും ഇല്ലാതെ, ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ, വിശ്വപുരുഷേർ ലഭ്യ രമാവല്ലഭ. വിശ്വപുരുഷേർ, വിശ്വത്തിലെ മുഴുവൻ, ഈ ലോകത്തിലെ മുഴുവൻ സാധാരണ ജനങ്ങൾക്ക് എളുപ്പത്തിൽ നമുക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ, ഒരു പ്രയാസവും ഇല്ലാതെ കിട്ടുന്നതാണ് എന്ത്? ആ സൗന്ദര്യം ഏകസാരമായിട്ടുള്ള ആ ഭഗവാനിലെ, സൗന്ദര്യം നിറഞ്ഞു നിൽക്കുന്ന ആ ഭഗവാനിലെ പ്രേമം തോന്നുക. അത്ര മാത്രമേ വേണ്ടൂ ഈ ഭക്തിയിലേക്ക് എത്താൻ. ആ ഭഗവാനെ നമ്മൾ പ്രേമിക്കുക, ഭഗവാനിലെ ആ സൗന്ദര്യത്തിൽ ഇങ്ങനെ ആയിരിക്കുക. അത് മാത്രമേ നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ, ഒരു പ്രയാസവും ഇല്ലാതെ കിട്ടുന്നതാണ്. സാധാരണ ജനങ്ങൾക്ക് ഏറ്റവും എളുപ്പമായിട്ടുള്ള ആ മാർഗമാണ് ഈ ഭക്തിയോഗം. ഭക്തിയോഗത്തിന് ഈ ഭഗവാന്റെ ആ സൗന്ദര്യത്തിൽ നമുക്ക് പ്രേമം തോന്നുക, അത്ര വേണ്ടു. അതാണ് ഈ ഭക്തി. അപ്പൊ അതാ പറയുന്നത്, വിശ്വപുരുഷൈർ ലഭ്യാരമാവല്ലഭ. ആ മഹാലക്ഷ്മിയുടെ വല്ലഭനായിട്ടുള്ള ഭഗവാനെ വിളിക്കുകയാണ്, രമാവല്ലഭ എന്ന് വിളിക്കുകയാണ്. അപ്പോൾ ആ ഭഗവാനില് നമുക്ക് ഭക്തി തോന്നുക മാത്രമേ, പ്രേമം തോന്നുക മാത്രമേ വേണ്ടൂ. അതാണ് ഭക്തിയോഗം. അപ്പോൾ ഈ അതിലൂടെ നമുക്ക് മോക്ഷം കിട്ടും. അപ്പോൾ ഏറ്റവും എളുപ്പമായിട്ടുള്ള മാർഗം എന്ന് പറയുന്നത് ഈ ഭക്തിയോഗമാണ് എന്നുള്ളതാണ് ഇവിടെ മേൽപ്പത്തൂർ പറയുന്നത്. കാരണം മറ്റേ കർമ്മയോഗമാണെങ്കിൽ എല്ലാ കർമ്മങ്ങളും ഈശ്വരാർപ്പണമായി ചെയ്തിട്ട് നമുക്ക് അങ്ങനെ മോക്ഷത്തിലേക്ക് എത്തണം. അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് സാധാരണ ജനങ്ങൾക്ക്. അതുപോലെ തന്നെ ജ്ഞാനയോഗമാണെങ്കിലും അതെ, ഒരുപാട് ജ്ഞാനം നേടണം. എന്നിട്ട് എല്ലാ ഗ്രന്ഥങ്ങളെ പറ്റിയിട്ടും ഉപനിഷത്തുക്കളെ പറ്റിയിട്ടും എല്ലാം നമുക്ക് ജ്ഞാനം നേടി അങ്ങനെ ഭഗവാനിലേക്ക് എത്തിച്ചേരുക, അങ്ങനെ മോക്ഷം കിട്ടുക. അതും കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇത് ആ സൗന്ദര്യം ഏകസാരമായിട്ടുള്ള ആ ഭഗവാനെ ആ പ്രേമത്തോടുകൂടി ആ മനസ്സിലേക്ക് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പ്രേമിക്കുക മാത്രമേ വേണ്ടൂ. അപ്പോൾ നമുക്ക് അതിനുള്ളിൽ നമുക്ക് ഭക്തി ഉണ്ടാവുക, അങ്ങനെ നമുക്ക് മോക്ഷത്തിലേക്ക് എത്തിച്ചേരാൻ പറ്റും എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഭക്തിയോഗമാണ് ഏറ്റവും ഭഗവാനിലേക്ക് എത്തിച്ചേർന്ന മോക്ഷത്തിലേക്ക് എത്താനുള്ള ഏറ്റവും എളുപ്പമായ മാർഗം എന്ന് പറയുന്നത് ഭക്തിയോഗമാണ്. ഇതാണ് ഇവിടെ മേൽപ്പത്തൂര് നമുക്ക് മനസ്സിലാക്കിയത് കേട്ടോ. അപ്പോൾ ഞാൻ ശ്ലോകം ഒന്നുകൂടി വായിക്കാം. ഏവം ഭൂതദയാ ഹി ഭക്ത്യഭിഹിതോ യോഗസ്സ യോഗദ്വയാത് കർമ്മജ്ഞാനമയാത് വൃഷോത്തമതരോ യോഗീശ്വരൈർഗീയതേ സൗന്ദര്യൈകരസാത്മകേ ത്വയി ഖലു പ്രേമ പ്രകർഷാത്മികാ ഭക്തിർ നിശ്രമമേവ വിശ്വപുരുഷൈർ ലഭ്യാ രമാവല്ലഭ. അപ്പോൾ ഞാൻ പറഞ്ഞതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടാവുന്നുണ്ടെങ്കിൽ, മനസ്സിലാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്ത് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക കേട്ടോ.
നിങ്ങൾ ലൈക്ക് ചെയ്യുകയോ കമൻറ്റ് ചെയ്യുകയോ ചെയ്യുമ്പോഴാണ് എനിക്ക് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടു എന്ന് മനസ്സിലാവുക. അതുകൊണ്ട് എല്ലാവരും ലൈക്ക് ചെയ്ത് കമൻറ്റൊക്കെ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം ഉണ്ടാവട്ടെ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം തത്.